ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വെറും പേപ്പറും കാർഡ്ബോർഡും വെച്ച് ഇതുപോലെ ഭംഗിയുള്ള ഒരു വോൾ ഡെക്കോർ ചെയ്തെടുത്താലോ. മെഷർമെൻറ്റ്സ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക, അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പെറ്റൽസിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ വരച്ചു കൊടുക്കുന്നത്. പെറ്റൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനൊരു ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിന്നും ഒരു പെറ്റൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഒരു പെറ്റലിൻ്റെ പകുതി ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഗം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 സെറ്റ് പെറ്റൽസ് ആണ് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഗം വെച്ചിട്ട് നമുക്ക് ഓരോ സെറ്റ് പെറ്റൽസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുഭാഗം ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഞാൻ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്രിസ്മസ് ഡെക്കോറിനായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇടയിലൊന്ന് ഗം വെച്ച് കൊടുക്കാം. ഈ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ വോളിൽ ഇത് ഒട്ടിച്ച് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇതുപോലെ 2 പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു പേപ്പറാണ്. അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ഓറഞ്ച് പേപ്പർ ഇതുപോലെ ഗം വെച്ച് ഇതുമേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ നടുഭാഗം ഒട്ടിച്ച് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിൽ ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ലീഫിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ലീഫ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ലീഫിൻ്റെ സ്റ്റെം ചെയ്തെടുക്കാം. ഇനി ഈ സ്റ്റെം നമുക്കൊന്ന് ഗം വെച്ച് ലീഫുമേൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചധികം ലീഫുകൾ ഞാനിവിടെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. സ്റ്റെമ്മിലാണ് നമ്മൾ ലീഫും ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു കാർഡ്ബോർഡാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു A4 ഷീറ്റും വേണം. ഈ കാർഡ്ബോർഡിൻ്റെ മേളിൽ ഞാൻ ഈ A4 ഷീറ്റ് ഗം വെച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഡ്ബോർഡ് മേൽ ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്രെയിം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലവറും സ്റ്റെമ്മും എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റെമ്മിനായിട്ട് 3 പേപ്പേഴ്സാണ് ഇതുപോലെ ചുരുട്ടിയെടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3ഉം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെമ്മ് നമുക്ക് ഇതുപോലെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ലീഫുകളും ഒട്ടിച്ചു കൊടുക്കാം.
ചെടിയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്രാസ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാസിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് മടക്കി പിടിച്ചിട്ട് ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചധികം എണ്ണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രാസ് എല്ലാനും ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കോർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.